അപ്പോൾ വീണ്ടും ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ഫുഡല്ലേ. ഫുഡ് കിട്ടാനുള്ള മരണ വെപ്രാളത്തിൽ ഓടിയതാ. സാനയുടെ ഹീൽസൊക്കെ ഊരി പോന്നു, പാവം കൊച്ചു. എന്നിട്ട് അവിടെ നിന്നിട്ട് പട്ടി പോകണ പോലെ ഒന്ന് മോങ്ങേണ്ടി വരും, അതും കൈ പിടിച്ചു. എന്നിട്ട് എല്ലാവരും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നിഷ്കളങ്കമായ മുഖം നോക്കി വാട്ടിട്ട് നോക്കി. ഒരു മനസ്സിലാവും. ഈ ഡൈനിങ് ഹാളിന്റെ വാതിൽ തുറക്കാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കേണ്ടി വന്നു കുറച്ചു നേരം. ഇവനൊരു ഭീമൻ്റെ പോകുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ 2 പേരും ഞുണ്ടിക്കാലും വെച്ചിട്ട് എങ്ങനെ ഹാളിലേക്ക് ആദ്യം കയറാന്നുള്ള പ്രാക്ടീസിലേക്ക് ആയിരുന്നു. ഉള്ളിലേക്ക് കയറിയ പള്ളിയ ഒരു സീൻ സദ്യ. ഇവളാണെങ്കിൽ അവിടെ പരിപ്പ് ഏതാ പായസം ഏതാന്ന് അറിയാണ്ടിരിക്കുകയായിരുന്നു. പൊത എന്നിട്ട് ആ പരിപ്പ് നോക്കി തിന്നേണ്ടായിരുന്നു. എന്തുട്ടാന്നറിയില്ല, ഈ കുപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതന്നെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളിലോട്ട് കൊണ്ടുപോയി. വാവ്. അപ്പുറത്തൊരു വലിയ മനസ്സിൻ്റെ ഉടമ എനിക്ക് ഇതിൻ്റെ മൂടി തുറക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അവിടെ നിന്ന് പിന്നെ അധികം സമയം കളയാൻ നിന്നില്ല. സാമ്പാർ, പപ്പടയിൽ ശരി, പുളിശ്ശേരി, ചമ്മന്തി, അച്ചാർ, ഇഞ്ചമ്പുളി എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല പടപടച്ചു. എന്തൊരു ടേസ്റ്റ്. സംശയിക്കേണ്ട ഇതെൻ്റെ സ്വന്തം അല്ലേ. എനിക്ക് അങ്ങനെ ഒന്നും വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. എല്ലാം തിന്നു. വാവ്, അടിപൊളി സദ്യയായിരുന്നു. അവസാനം പഴം, പപ്പടം, പായസം കൂട്ടി മിക്സ് ചെയ്തൊരു പടപടച്ചു. അതിൽ സെറ്റ്. അങ്ങനെ ഫുഡ് അടിച്ച് ഹാപ്പി ആയി ഞങ്ങൾ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. അവിടെ നിന്ന് നേരെ ഫോട്ടോ എടുക്കാനായിട്ട് വീണ്ടും പോയി. അവിടെ എവിടെയൊക്കെ നല്ല നല്ല ഫ്രെയിമുകളുണ്ട്, അവിടെയൊക്കെ ഇവരുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങളും ഉണ്ട്. എന്നിട്ട് ഈ നിൽക്കണവരടുത്തു നിന്നൊക്കെ നമ്മൾ ടാറ്റാ ബൈ ബൈ ഒക്കെ ചോദിച്ച് മേടിച്ച് നേരെ ബൈക്കിൽ കയറി. സനാൻ ടീംസ് ആ വഴി അങ്ങോട്ട് പോയി, മറ്റേ ടീംസ് ഏതോ വഴി എങ്ങോട്ടോ പോയി. ഞങ്ങൾ ഇപ്പുറത്തെ വഴി ഇങ്ങോട്ടും പോയി. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.